അംബയെ എന്ത് ചെയ്യുമെന്ന ചോദ്യം അയാളെ ചിന്തിപ്പിച്ചു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം അംബയോട് അയാൾ അത് പറഞ്ഞു. അംബയ്ക്ക് സാലോ മഹാരാജാന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അവിടേക്ക് ഞാൻ കൊണ്ടുവിടാം. അത്രയും നേരം ദുഃഖത്തിൽ മുങ്ങിയിരുന്ന അംബ ഒന്ന് ചിരിച്ചു. അംബയുടെ മനസ്സിൽ സന്തോഷം ആഞ്ഞടിച്ചു. അംബയുടെ സന്തോഷം അവളുടെ സഹോദരിമാരിലും സന്തോഷമുണ്ടാക്കി. ഉടൻ തന്നെ അവർ സാൽവ മഹാരാജാവിന്റെ അടുത്തേക്ക് തിരിച്ചു. പക്ഷേ സാൽവ മഹാരാജന്റെ മറുപടി അംബയെ ഞെട്ടിക്കുന്നതായിരുന്നു. അംബ, ഞാൻ സ്വയംവരം വിജയിച്ച് നേടിയ പെണ്ണാണ് നീ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നാൽ അധിക നാൾ നമ്മുടെ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല. ഭീഷ്മ നിന്നെ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. പൂർണ്ണമായും ഞാൻ ഭീഷ്മയുടെ മുന്നിൽ പരാജയപ്പെട്ടു. ആ ഭീഷ്മ തന്നെ നിന്നെ ഇവിടെ കൊണ്ടുവിടുമ്പോൾ അത് അയാളുടെ ഒരു ഔദാര്യമായാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിന്നെ സ്വീകരിച്ചാൽ എന്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും അഭിമാനത്തിന് അത് കോട്ടം വരുത്തും. നിനക്ക് ഭീഷ്മയുടെ അടുത്തേക്ക് തന്നെ തിരികെ പോകാം. അംബയുടെ ഹൃദയം പൂർണ്ണമായും തകർന്നു. ദേഷ്യവും ദുഃഖവും അവളുടെ ശരീരത്തിൽ മുഴുവനായും പടർന്നു. കൊട്ടാരത്തിന് പുറത്തു നോക്കിയപ്പോൾ ഭീഷ്മ അവിടെ ഉണ്ടായിരുന്നു. അയാൾ എല്ലാം കേട്ടിരുന്നു. വിചിത്രവീര്യനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. അംബ വരൂ. ഭീഷ്മ, വിചിത്രവീരനെ ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ഉറപ്പിച്ചതാണ്. ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്നത് താങ്കളെ തന്നെയാണ്, സാക്ഷാൽ ഭീഷ്മയെ.